6ാം ക്ലാസ്സിലെ മൽഹാർ ഹിന്ദി പാഠപുസ്തകത്തിലെ 12ാമത്തെ ചാപ്റ്ററായ ഹിന്ദ് മഹാസാഗർ മേം ഛോട്ടാ സാ ഹിന്ദുസ്ഥാൻ എന്ന കഥയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഹിന്ദു മഹാസമുദ്രത്തിലെ ചെറിയൊരു ഇന്ത്യ. ഇതെഴുതിയിരിക്കുന്നത് രാംധാരി സിംഗ് ദിനകർ എന്ന ലേഖകനാണ്. കഥ ഇപ്രകാരമാണ്. ലേഖകൻ യാത്രക്കായി ജൂലൈ 15-ന് ഡൽഹിയിൽ നിന്നും, ജൂലൈ 16-ന് ബോംബെയിൽ നിന്നും, ജൂലൈ 17-ന് നെയ്റോബിയിൽ നിന്നും മൗറീഷ്യസിലേക്ക് തിരിച്ചു. നെയ്റോബി വഴി പോയപ്പോൾ അവിടെ ഒരു രാത്രിയും 2 പകലും തങ്ങാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിനാൽ മൗറീഷ്യസിലെ ഇന്ത്യക്കാരെയും ആഫ്രിക്കക്കാരെയും കാണുന്നതിന് മുൻപ് ആഫ്രിക്കയിലെ സിംഹങ്ങളെ ഒന്ന് കാണാം എന്ന ആഗ്രഹം മനസ്സിൽ തോന്നി. വിമാനം അടുത്ത ദിവസം വൈകുന്നേരമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ നെയ്റോബിയിൽ എത്തിയ അന്ന് തന്നെ ഞങ്ങൾ നാഷണൽ പാർക്ക് സന്ദർശിക്കാൻ ഇറങ്ങി. നെയ്റോബി നാഷണൽ പാർക്ക് ഒരു മൃഗശാലയല്ല, നഗരത്തിന് പുറത്തുള്ള വലിയൊരു കാടാണ്. അവിടെ പുല്ലുകൾ കൂടുതലും മരങ്ങൾ കുറവുമാണ്. എന്നാൽ കാടിനുള്ളിൽ എല്ലായിടത്തും നല്ല റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെ സഞ്ചാരികളുടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ വാഹനത്തിന് സിംഹങ്ങളെ കാണാനായി കുറേ നേരം ഓടേണ്ടി വന്നു. ഒരിടത്ത് റോഡിൽ 2 മോട്ടോർ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. അതിൽ പലതരം കുരങ്ങന്മാരും ലങ്കൂർ കുരങ്ങുകളും കയറിയിരിപ്പുണ്ടായിരുന്നു. സഞ്ചാരികൾ ഈ കുരങ്ങുകൾക്ക് ചിലപ്പോൾ പഴങ്ങളോ ബിസ്ക്കറ്റോ നൽകാറുണ്ട്. അതിനാൽ വാഹനം നിർത്തുമ്പോൾ തന്നെ കുരങ്ങുകൾ അതിനെ വളയും. കുറേ ദൂരം സഞ്ചരിച്ച ശേഷം സിംഹങ്ങൾ വിശ്രമിക്കുന്ന ഒരിടത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. അവിടെ ഏകദേശം 7-8 സിംഹങ്ങൾ കിടക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്നുണ്ടായിരുന്നു. അവയെ വളഞ്ഞ് 8-10 വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. തങ്ങളെ കാണാൻ വരുന്നത് ആരാണെന്ന് അറിയാൻ പോലും സിംഹങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വാഹനത്തിനുള്ളിലിരിക്കുന്ന ആളുകളെ സിംഹങ്ങൾ ഒട്ടും ഗവനിച്ചില്ല. ഞങ്ങൾ അവിടെ അരമണിക്കൂറോളം നിന്നു കാണും. ഇതിനിടയിൽ ഒരു സിംഹം എഴുന്നേറ്റ് കോട്ടുവായിട്ടു, മറ്റൊന്ന് ശരീരം ഒന്ന് വലിച്ചു നീട്ടി. എങ്കിലും ഞങ്ങളുടെ നേരെ അവയൊന്നും നോക്കിയില്ല. അല്പസമയത്തിനു ശേഷം ഏകദേശം 1 മൈൽ അകലെ മാനുകളുടെ ഒരു കൂട്ടം കണ്ടു. അവയ്ക്കിടയിൽ ഒരു ജിറാഫ് ഒന്നിനും കൊള്ളാത്തവനെ പോലെ നിൽപ്പുന്നുണ്ടായിരുന്നു. സിംഹങ്ങൾ തങ്ങളെ നിരീക്ഷിക്കുന്നുവെന്ന് മാനുകൾക്ക് മനസ്സിലായി. അതോടെ അവ മേയുന്നത് നിർത്തി ജാഗരൂകരായി. സിംഹങ്ങൾ സാധാരണയായി സൂര്യാസ്തമയത്തിന് ശേഷമാണ് വേട്ടയാടുന്നത്. അവ കൂട്ടത്തോടെ വേട്ടയാടാറില്ല, മറിച്ച് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന മൃഗത്തെയാണ് പിടിക്കുന്നത്. അപ്പോഴാണ് മാനുകൾ എന്തിനാണ് ഓടിപ്പോകാതെ ഒരൊറ്റ കൂട്ടമായി നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. നെയ്റോബിയിൽ നിന്ന് മൗറീഷ്യസിലേക്ക് ഞങ്ങൾ BOAC വിമാനത്തിലാണ് യാത്ര ചെയ്തത്. 5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം രാത്രി 10 മണിയോടെ ഞങ്ങൾ മൗറീഷ്യസിലെത്തി. വിമാനത്താവളത്തിലെ സ്വീകരണം കണ്ടപ്പോൾ ഞങ്ങൾ എത്തിയത് ഒരു ചെറിയ ഇന്ത്യയിലാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. മൗറീഷ്യസ് ദ്വീപ് ഭൂമധ്യരേഖയിൽ നിന്ന് ഏകദേശം 20 ഡിഗ്രി തെക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 29 മൈൽ നീളവും 30 മൈൽ വീതിയുമുള്ള ഈ ദ്വീപിൻ്റെ ആകെ വിസ്തീർണം 720 ചതുരശ്ര മൈൽ മാത്രമാണ്. ഈ ദ്വീപിനെ ഹിന്ദു മഹാസമുദ്രത്തിൻ്റെ മുത്ത് എന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും മനോഹരമായ നക്ഷത്രമെന്നും വിളിക്കുന്നു. മൗറീഷ്യസിലെ ജനസംഖ്യയുടെ 67% ഇന്ത്യൻ വംശജരാണ്. അതിൽ 53% ഹിന്ദുക്കളാണ്. മൗറീഷ്യസിൻ്റെ തലസ്ഥാനമായ
പോർട്ട് ലൂയിസിലെ തെരുവുകൾക്ക് കൽക്കട്ട, മദ്രാസ്, ഹൈദരാബാദ്, ബോംബെ എന്നിങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത്. അവിടെ കാശി, ബനാറസ്, ഗോകുലം തുടങ്ങിയ പേരുകളുള്ള സ്ഥലങ്ങളുമുണ്ട്. മൗറീഷ്യസിലെ ഹിന്ദുക്കളിൽ ഭൂരിഭാഗവും ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അതിനാൽ അവിടെ ഹിന്ദി ഭാഷയ്ക്ക് വളരെ പ്രചാരമുണ്ട്. മൗറീഷ്യസിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷും സംസ്കാരത്തിൻ്റെ ഭാഷ ഫ്രഞ്ചുമാണ്. എന്നാൽ ജനങ്ങൾ സംസാരിക്കുന്നത് ക്രിയോൾ ഭാഷയാണ്. ഭോജ്പുരി ഭാഷയും അവിടെ വ്യാപകമായി സംസാരിക്കപ്പെടുന്നുണ്ട്. മൗറീഷ്യസിലെ ഓരോ പ്രധാന ഗ്രാമങ്ങളിലും ശിവക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഹിന്ദുക്കൾ രാമായണ പാരായണം നടത്താറുണ്ട്. അവിടെ ഏറ്റവും വലിയ മതപരമായ ആഘോഷം ശിവരാത്രിയാണ്. മൗറീഷ്യസിൻ്റെ നടുവിൽ ഒരു തടാകമുണ്ട്. അതിനെ പരി താലാബ്, അതായത് ഗംഗാ താലാബ് എന്ന് വിളിക്കുന്നു. ശിവരാത്രി സമയത്ത് മൗറീഷ്യസിലെ ഹിന്ദുക്കൾ വെള്ള വസ്ത്രം ധരിച്ച് കാവടിയുമേന്തി ഘോഷയാത്രയായി ഈ താലാബിലേക്ക് വരുന്നു. അവിടുത്തെ ജലം ശേഖരിച്ച് തങ്ങളുടെ ഗ്രാമങ്ങളിലെ ശിവക്ഷേത്രങ്ങളിൽ അഭിഷേകം ചെയ്യുന്നു. വളരെ ഭക്തിയോടും ശുദ്ധിയോടും കൂടിയാണ് അവർ ഈ ചടങ്ങുകൾ നിർവഹിക്കുന്നത്. പരി താലാബിലെ ഈ മേള മൗറീഷ്യസിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. എഴുത്തുകാരനെക്കുറിച്ച് 2 വാക്ക്. പ്രശസ്ത ഹിന്ദി എഴുത്തുകാരനായ രാംധാരി സിംഗ് ദിനകർ ആണ് ഈ യാത്രാവിവരണം എഴുതിയത്. ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും കുറിച്ച് എഴുതുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വീര്യം, ആവേശം, രാജ്യസ്നേഹം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ മുഖമുദ്ര. കുട്ടികൾക്കായി അദ്ദേഹം മിർച്ച് കാ മസ, സൂരജ് കാ ബ്യാഹ് തുടങ്ങിയ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്.